ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാചീന തമിഴത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള ചില പ്രധാന സ്രോതസ്സുകളെ പറ്റിയിട്ടാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നന്നങ്ങാടികളാണ്. മരിച്ചയാളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്തേക്ക് അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കലങ്ങളെയാണ് നന്നങ്ങാടികൾ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ചിലയിടങ്ങളിൽ ഇത്തരം നന്നങ്ങാടികൾക്ക് വലിയ വലിയ ശിലകളുണ്ടായിരുന്നു. അപ്പോൾ ആ ശിലകളാണ് പിള്ളേർക്കുള്ള കൽവളയം, അതുപോലെ സ്റ്റോൺ സർക്കിള്, ഡോൺമെൻ, കൺമേശ എന്ന് പറയും. അതുപോലെ സാധാരണ സിസ്റ്റ്, കല്ലറകൾ, അതുപോലെ റോക്ക് ചാമ്പർ, അതിനെ മുനിയറ എന്ന് പറയും. അതുപോലെ വേറൊരിതാണ് സാർക്കോഫാഗസ്, അല്ലെങ്കിൽ കൽത്തൊട്ടി എന്നും കുടക്കല്ലെന്നൊക്കെ പറയും. ഒരു കുടയുടെ ആകൃതിയിലാണ് ഇവയുടെ ഇത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അതുപോലെ വേറൊരു തരത്തിലുള്ള ഇതാണ് മെൻഹിർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നാട്ടുകല്ല് എന്ന് പറയും. അപ്പോൾ ഇതുപോലത്തെ സ്മാരകങ്ങളെല്ലാം ചേർത്താണ്, ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങളെന്ന് പറയും. അപ്പോൾ ഈ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രധാനമായും പ്രാചീന തമിഴത്തെ പറ്റിയുള്ള ചില അറിവുകളൊക്കെ ലഭിക്കുന്നത്. പോരാതെ തന്നെ നമുക്ക് ഈ സ്മാരകങ്ങളിൽ നിന്ന് ചില ഇരുമ്പ് ഉപകരണങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇരുമ്പ് ഉപകരണങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാള്, പലതരത്തിലുള്ള വാളുകളുണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ ഉള്ളത് സ്പിയർ, കുന്തങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള പല സൈസിലുള്ള കത്തികൾ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചൂണ്ടക്കൊളുത്തുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലാമ്പ്, അതുപോലെ പലതരത്തിലുള്ള വിളക്കുകൾ, ആണികളൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആയതിനാലാണ് ഈ കാലഘട്ടത്തെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയൺ ഏജ് എന്ന് വിളിക്കാൻ കാരണം. ഇതിന് പുറമെ നമുക്ക് പല മൺപാത്രങ്ങളും മുത്തുകളൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ നിറങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന്. ഇതിന് പുറമെ പല റോമൻ സ്വർണ്ണ നാണയങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. റോമൻ സ്വർണ്ണ നാണയങ്ങൾക്ക് പുറമെ വേറെയും ചില നാണയങ്ങൾ നമുക്ക് ഈ സ്മാരകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ പലയിടത്തു നിന്നും നമുക്കിതിനെ പറ്റിയുള്ള അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രാചീന തമിഴകം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലമാണ് ആൻഷ്യൻ തമിഴകം അല്ലെങ്കിൽ പ്രാചീന തമിഴകം എന്ന് പറയുന്നത്. ഇതിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തെക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം മഹാശിലാ സ്മാരകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കൊടുമണൽ, അളഗരി, തിരുക്കാമ്പല്ലിയൂർ, പഴനി, ആദിച്ചനല്ലൂർ, ചെറുമനങ്ങാട്, മറയൂർ, ഉമ്മച്ചിപ്പൂൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് പല വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ചെറുമങ്ങാട് എന്നും കൊടുമണ്ണിലെന്നും നമുക്ക് കിട്ടിയ ചില പ്രാചീന തമിഴത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ചില അറിവുകളാണ്. ഇത് മറയൂരിലെ ഇടുക്കിയിൽ നിന്ന് ലഭിച്ചൊരു സ്മാരകമാണ്.